ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിന്റെ ബാക്കി എഴുതുമ്പോൾ ഒരർത്ഥം ഉണ്ടാവരുന്നു. ഞങ്ങൾ ഇറക്കിയ പ്രോമോ വീഡിയോ കാരണമാണ് ഉദയനിധി സ്റ്റാലിൻ ഈ പടത്തിലേക്ക് വരുന്നതും റെഡ് ജൈന്റ് അവിടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതും IPL ആന്തം വരെയായി. പ്രേമം എന്ന് പറഞ്ഞ സിനിമ ചിന്തിക്കുന്നതിന് ഒരു 1.5 വർഷം മുമ്പേ സീൻ കോൺട്ര എന്നുള്ള പാട്ട് റെഡിയാണ്. ഈ ക്യാരക്ടർ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഒരു ഡൗട്ട്, ഞാൻ എങ്ങനെ ഇത് ഇത്ര വലിയ റോൾ ചെയ്യും? കന്നഡയിലെ സ്റ്റാർ ആണ് കേട്ടോ, പക്ഷേ അയ്യോ സ്റ്റാർ ഒന്നും ഇല്ല. എനിക്ക് പ്രാന്താണ് ആൾക്ക് പറ്റല്ല, നോക്കുമ്പോ സിനിമയായിട്ട് ഇറങ്ങുന്നത്. കാൽപ്പനിക സ്റ്റാർ, അതെ, കാൽപ്പനിക സുന്ദരി, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന. ഹംസധ്വനി കൺസീവ് ചെയ്തത് തന്നെ ഒരു എന്താ പറയാ, അഖില് പറയുമായിരുന്നു ക്രഷ് മെറ്റീരിയൽ. അതെ അതെ അതെ, അതങ്ങനെയാണ് ഹംസധ്വനിയെ കൺസീവ് ചെയ്തിരിക്കുന്നത്. സുന്ദരിയായിരുന്നു, അടിപൊളി. താങ്ക് യു സോ മച്ച്. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയാൻ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ഭയങ്കര കഥാപാത്രമാണ്. മുല്ലശ്ശേരി രാജു ആണെന്നുള്ളത് അധികം പേർക്ക് അറിയില്ല, പക്ഷെ സിനിമയ്ക്കുള്ളിലുള്ള ആൾക്കാർക്ക് അറിയാം. അമ്മമ്മയടുത്ത് ചോദിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു റിയൽ ലൈഫിൽ. ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഡാൻസ് കളിപ്പി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ക്യാരക്ടർ വൈസ് പ്രിറ്റി മച്ച് സെയിം ആണ്. എവിക്ഷൻ നടക്കുമ്പോൾ അമ്മമ്മയുടെ അച്ഛൻ മുത്തശ്ശന്റെ കൂടെ ആയിരുന്നു, അങ്ങനെ ഒരു കള്ളുസഭ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സത്യമാണ്. ടർബോയുടെ വിശേഷങ്ങളുമായി രാജ്ബി ഷെട്ടി, അഞ്ജന, നിരഞ്ജന, ശബരീഷ്. ഹായ് ആൾ, നമസ്കാരം. അതെ 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 അതെ, ഞാൻ ടോബി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചിരിയില്ലേ, യുവർ സ്മൈൽ ഇസ് വെരി ഗുഡ്, ആപ്റ്റാണ്. ആ കഥാപാത്രത്തിന് ഭയങ്കരമായിട്ട് യോജിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു എക്സെൻട്രിക് ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു റിയൽ ലൈഫിൽ. അത് എഴുതുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഡയലോഗ് ഇല്ലാതെ എഴുതുമ്പോൾ കുറച്ചും കൂടി അത് ഡിഫിക്കൽട്ട് ആണ്. അവന്റെ സൈക്കോളജി ഇല്ലെങ്കിൽ അവന്റെ എക്സ്പ്രഷൻ നന്നായിട്ട് നമുക്ക് അറിയോ. പിന്നെ ഹി വിൽ ബിക്കം അവർ ഫ്രണ്ട് ഇപ്പോ, ബിക്കോസ് ഈസ് നോട്ട് ടെല്ലിംഗ് എനിത്തിങ്, വി ആർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ്. I think that was hard part of Toby also. In this space I should look innocent. That was the hardest part. ഈ ആ കഥാപാത്രത്തിൽ നിന്ന് കിട്ടിയതാണോ ഈ എക്സെൻട്രിസിറ്റി, അത് അങ്ങനെ തന്നെയാണോ, റിയലി എങ്ങനെയാണോ? കുറച്ച് വട്ടുണ്ട്. ടർബോയിലേക്ക് എങ്ങനെയാ വന്നേ, പറയൂ. ടോബിയുടെ പ്രൊമോഷൻ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ വൈശാഖ് സാറ് അവരുടെ സുഹൃത്ത് എന്നെ വിളിച്ചു, ഒരു സ്ക്രിപ്റ്റ് നരേഷൻ ഉണ്ട് എന്ന്. ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു. അപ്പോൾ ഈ ക്യാരക്ടർ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഒരു ഡൗട്ട്, ഇത്ര വലിയ ആൾക്കാർ, ഇത്ര വലിയ ആക്ടേഴ്സ് അല്ലാണ്ട് ഇതിൽ ഞാൻ എങ്ങനെ ഇത് ഇത്ര വലിയ റോൾ ചെയ്യും? പക്ഷെ കുറച്ചും കൂടി ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്, ഇത് ചെയ്യാൻ പറ്റുമോ. ഇതുവരെ ഞാൻ ഇത്ര വലിയ ക്യാൻവസിൽ ആക്ട് ചെയ്തിട്ടില്ല. പക്ഷെ I trusted the director, I trusted the writer, and also I trusted the character, and they guided me well. ഓ, കന്നഡയിലെ സ്റ്റാർ ആണ് കേട്ടോ, പക്ഷേ അയ്യോ സ്റ്റാർ ഒന്നും ഇല്ല, അവിടെ അറിയില്ലല്ലോ. അഞ്ജന, ശരിക്കും പാച്ചുവും അത്ഭുത വിളക്കില് ആദ്യം ശ്രുതിയെ കാണിക്കും. അപ്പോൾ ഒരു സുന്ദരിയാണ് നായിക എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോൾ രണ്ടാമത് വരുന്നത് അല്ല അതീവ സുന്ദരിയാണെന്നുള്ളൊരു ഗും കിട്ടാൻ ശ്രുതിയുടെ ക്യാരക്ടർ സഹായിച്ചു. ഞാൻ ശ്രുതിയോട് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്ന സമയത്ത് അടുത്ത് വരാൻ പോകുന്ന നായികയ്ക്ക് കിട്ടാൻ പോകുന്ന ഗും എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സുന്ദരിയാണ്, അപ്പോൾ അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ ആയിരിക്കും അടുത്ത് അവതരിപ്പിക്കുന്ന ഒരർത്ഥത്തില് ഭയങ്കര രസമായിരുന്നു. പിന്നെ കാൽപ്പനികമായി നമുക്ക് സിനിമ കണ്ടിരിക്കാൻ പറ്റി. അപ്പൊ നിങ്ങളെങ്ങനെ നമ്മളൊരു കാൽപ്പനിക നായികയായിട്ട് അതിനകത്ത് കണ്ടിരിക്കുകയായിരുന്നു. കാൽപ്പനിക സ്റ്റാർ, അതെ, കാൽപ്പനിക സുന്ദരി, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന. എനിക്കൊന്ന് ആ ഹംസധ്വനി കൺസീവ് ചെയ്തത് തന്നെ ഒരു എന്താ പറയാ, അഖില് പറയുമായിരുന്നു ക്രഷ് മെറ്റീരിയൽ. അതെ അതെ അതെ, അതങ്ങനെയാണ് ഹംസധ്വനിയെ കൺസീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ പാച്ചു എന്ന് പറയുന്ന ക്യാരക്ടർ ഹംസധ്വനിയെ എങ്ങനെ കാണുന്നു. ആക്ച്വലി പാച്ചുവിന്റെ റിയാക്ഷൻസും ഓഡിയൻസിന് കിട്ടുന്ന റിയാക്ഷൻസും വളരെ സിമിലർ ആണ്. ആദ്യം ഇതാരത് എന്നുള്ളൊരിത്, പിന്നെ ഒരു ഇറിറ്റേഷൻ, പിന്നെ ഓക്കെ അല്ല ഇങ്ങനെയൊന്നും അല്ല, സ്വീറ്റ് സൈഡ് കാണുന്നു, ഓപ്പൺ അപ്പ് ആവുന്നു. അപ്പൊ അത് തന്നെയാണ് ഓഡിയൻസിനും. അപ്പൊ ഒരു എന്താണ്, ഹംസധ്വനി ഒരു ക്രഷ് മെറ്റീരിയൽ ആണ്. സുന്ദരിയായിരുന്നു, അടിപൊളി. താങ്ക് യു സോ മച്ച്. ടർബോയില് എങ്ങനെയാണ്? ടർബോയിലെ ക്യാരക്ടറിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഒരു ഏർബൻ ഗേൾ, ഒരു എന്താണ് കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു ഏർബൻ ഗേൾ, സിറ്റി ഗേൾ അങ്ങനെയാണ്.
ബാക്കിയൊന്നും പറയാൻ നിവൃത്തിയില്ല. നിരഞ്ജന, എങ്കിലും ചന്ദ്രികയാണ് അവസാനം ഇറങ്ങിയത്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് പ്രൊമോഷൻ നടക്കുന്ന സമയത്താണ് ഞാൻ അമ്മുമ്മയെ പോയി കാണുന്നത്. ആ സമയത്ത് ഞാൻ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിരഞ്ജനയുടെ പ്രൊമോഷൻ നടക്കുമ്പോൾ ആ വീഡിയോ ഭയങ്കരമായിട്ട് ഹിറ്റായി. അമ്മുമ്മയുടെ വീഡിയോ ഭയങ്കരമായിട്ട്. അപ്പൊ പിന്നെ എന്നെ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അവൾ ചെയ്ത പ്രൊമോഷനെക്കാളും കൂടുതൽ ഹിറ്റായെന്ന് പറഞ്ഞിട്ട് അവള് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. കാരണം അമ്മമ്മയുടെ എന്താ പറയാ വീഡിയോയിൽ കുറെ പേരുടെ സ്റ്റേറ്റസ് ഒക്കെ ആയിട്ട് കോട്ടിന്റെ കേസൊക്കെ വൈറലായി. ടു ബി ലവ്ഡ് ആ കോട്ടൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ശരിക്കും ഈ കഥകളൊക്കെ പറയാറുണ്ടോ? അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു ഭയങ്കര കഥാപാത്രമാണ്. അപ്പോൾ അത് മുല്ലശ്ശേരി രാജു ആണെന്നുള്ളത് അധികം പേർക്ക് അറിയില്ല. പക്ഷെ സിനിമയ്ക്കുള്ളിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ അങ്കിളാണല്ലോ അത് എഴുതിയത്, രഞ്ജിത്താണല്ലോ എഴുതിയത്. ഈ കഥകളൊക്കെ ഏതെങ്കിലും വശത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ മുമ്പ്? അമ്മമ്മയുടെ എനിക്ക് ചോദിക്കാൻ ഇഷ്ടമാണ് കഥകൾ എങ്ങനെയായിരുന്നത്. മോർ ദാൻ ഇപ്പൊ സിനിമകളെല്ലാം ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം സിനിമാറ്റിക് അല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് കൂടുതൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മമ്മ അടുത്ത് ചോദിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു റിയൽ ലൈഫിൽ. എന്നിട്ട് ഈ സിനിമയായിട്ടൊക്കെ എത്ര മാച്ചിങ് ആണത്? ഏറെക്കുറെ പ്രിറ്റി മച്ച് ദ സെയിം തിങ്. പക്ഷേ ഈ പറഞ്ഞ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡാൻസ് കളിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ക്യാരക്ടർ വൈസ് പ്രിറ്റി മച്ച് സെയിം ആണ്. എവിക്ഷൻ നടക്കുമ്പോ അമ്മമ്മയുടെ അച്ഛൻ മുത്തശ്ശന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഒരു കള്ളുസഭ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സത്യമാണ്. മുണ്ടക്കൽ ശേഖരൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആലമ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആൾക്കാർ. ഈ ലോകത്തിലും പുത്തൻപണത്തിലൊക്കെ കാണുന്ന അതേ നിരഞ്ജനെ തന്നെ ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ. എന്താണ് അല്ല ഫേസ് മാറുന്നില്ല. സോറി, ഞാൻ അറിയേണ്ട. സോറി സർ. വളർന്നു അങ്ങനെ പറയാമോ ഇനി? അപ്പോ അതങ്ങനെ തന്നെയാണെന്ന് തോന്നാറുണ്ടോ? ഇത് മാറ്റമില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും പോലെ തന്നെയാണോ നിരഞ്ജന മനസ്സിലാക്കണേ? അല്ലേ, എനിക്ക് സ്വയം മാറ്റം ഓബ്വിയസ്ലി തോന്നുന്നു. ഞാനിപ്പോഴും അല്ല, ചുറ്റുമുള്ളവർക്കാണ് തോന്നേണ്ടത്. അതെ, തീർച്ചയായും. ശബരീഷ് ഇതിനകത്ത് പാട്ടൊന്നും എഴുതിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ലില്ല, അതിൻ്റെ അകത്ത് എന്നെ അഭിനയിക്കാൻ മാത്രം വിളിച്ചിട്ടുള്ളൂ. പരിപാടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ക്യാരക്ടറിനെ കുറിച്ച് പറയും? ക്യാരക്ടറിനെ കുറിച്ച് അധികം കൂടെ തുറന്നു പറയാൻ പറ്റില്ല. ജെറി എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. ടർബോ ജോസിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഈ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരു ജ്യേഷ്ഠ സ്ഥാനത്തും അങ്ങനെ ഒരു ബന്ധവും കൂടി ഉണ്ട്. ഒരു സെറ്റിലായിട്ട് രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ ഒരു ജ്യേഷ്ഠ അനുജൻ ബന്ധമുണ്ട് ടർബോ ജോസ് ജെറിയുമായിട്ട്. അത് എനിക്ക് തൽക്കാലം പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഇനി സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. ഈ 50-ലധികം പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ജഗദീഷ് ശ്രീകുമാറിന്റെ കൂടെ ഒരു പാട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, അതെങ്ങനെയാ മാച്ച് ചെയ്യുന്നത്? വാക്കുകളൊക്കെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണല്ലോ. അൽഫോൺസ് ആയിക്കോട്ടെ, ഞങ്ങൾ കിച്ചു, അങ്ങനെ പല കാലഘട്ടത്തിൽ സ്കൂൾ തലം തൊട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സഭകളിൽ പാട്ട് പാടുക എന്നുള്ള പ്രധാന മറ്റേ ഈ പ്രേമത്തിലെ പോലെ ശംഭൂര് പാട്ട് പാടുക എന്ന് പറയുന്നത് ശരിക്കും എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുമായിരുന്നു ഇവര്. ലിറ്ററലി ഇപ്പോഴും അതെ. നമ്മളൊരു ആൾക്കാരെല്ലാവരും കൂടി കൂടുമ്പോൾ ക്ലാസ് റൂം ആയിക്കോട്ടെ, ചായക്കട ആയിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ കടപ്പുറത്തിരുന്നാലും പാട്ട് പാടി എന്റർടൈൻ ചെയ്യാന്നുള്ളൊരു ജോലി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ പാടുന്ന പാട്ടുകളിൽ വൺ ഓഫ് ദ മേജർ ആയിരുന്നു ഈ പിസ്ത എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ് സത്യനന്ദക്കാട് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടുമായിരുന്നു. നമ്മൾ നേരം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിൽ ഞാനും അൽഫോൺസും രാജേഷ് മുരുകേഷൻ ഞങ്ങൾ ഇരുന്നിട്ട് ഈ നാക്കുമുക്ക് വെച്ചാണ് അവൻ ആ പോർഷൻ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പേസിലുള്ളൊരു പാട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ട്യൂൺ ചെയ്തു. ഇങ്ങനെ തന്തന തന്തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂൺ ചെയ്തിട്ട് തമിഴിൽ ലിറിക്സ് ഒക്കെ എഴുതിയിരുന്നു ആ സമയത്ത്. അപ്പം അതൊന്നും അങ്ങോട്ട് വർക്കായില്ല. എന്ത് ചെയ്യാം, അവിടെ കുറച്ച് ഇമ്പാക്ട് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അൽഫോൺസ് വെച്ചേട്ടാ നീ ജഗതി ചേട്ടനെ മറ്റേ പാട്ട് പാടാറില്ലേ പിസ്താസുമാക്കിട, അതൊന്നും ഇതിൻ്റെ ഒപ്പം ഒന്ന് പാടി നോക്കിയെന്ന് പറഞ്ഞപ്പം ഞാൻ ആ ഇട്ടിട്ട് ട്രാക്ക് നിന്നിട്ട് പാടി നോക്കാന്ന് പറഞ്ഞിട്ട് സുർക്കർക്ക് നമുക്ക് മുഴമ്പോട്ടെ മാറിക്കൊഴുന്ത് കവത്തിൽ മാട്ടിപ്പിടിച്ച് പിസ്താസുമാക്കി റസവും മാറി ജമാക്കി റായ അത് പാടി കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ചേരുന്നു. കൊള്ളാം, ഇതിന്റെ ബാക്കി. എന്നിട്ട് അവൻ പറഞ്ഞു ഇതിന്റെ ബാക്കി നീ എഴുതി ഉണ്ടാക്കിക്കോ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിന്റെ ബാക്കി എഴുതുമ്പോ ഒരർത്ഥം ഉണ്ടാവരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് ആധുനികം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ ഇതിങ്ങനെ ഡമാലെ ഡസ്കിനൊക്കെ ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതി. അന്ന് വാട്സപ്പും ഇതൊന്നുമില്ല. ഇവർക്ക് അയച്ചു കൊടുത്തു, ഞാൻ SMS ആയിട്ട് അയച്ചു കൊടുത്തു ലിറിക്സ്. അപ്പൊ രാജേഷിനും അൽഫോൺസിനും ഓക്കെ. ഞാനിമാർക്ക് എടാ ഞാൻ ചുമ്മാ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ വെറുതെ എടാ ഇത് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും രാജേഷിന് അൽഫോൺസ് ഉണ്ട്,
ശ്രീജിത്ത് എടവന എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. നെഞ്ചോട് ചേർത്ത് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ചെയ്തത്. ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ശ്രീജിത്തിന്റെ എന്താണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആനന്ദുണ്ട്, എൻ്റെ സിനിമാറ്റോഗ്രാഫർ ആനന്ദുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഈ പാട്ട് അയച്ചു കൊടുക്കുന്നു. നിവിൻ ഇഷ്ടപ്പെടുന്നു, ബോബിക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പാട്ട് ഇറങ്ങുന്നവരെ ഞാനിത് സിൽസില നമ്മളെല്ലാവരും എയറിൽ കയറ്റും എന്നുള്ളൊരു മൂഡിൽ നിൽക്കുമായിരുന്നു. പാട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതും ഞാനും അൽഫോൺസും രാജേഷും കൂടിയാണ്. ഒരു ഞായറാഴ്ചയാണ്. തിങ് മ്യൂസിക്കിലേക്ക് സന്തോഷം. ഞങ്ങൾ തിങ് മ്യൂസിക് ഒക്കെ കുത്തി തുറന്ന് ഷട്ടറൊക്കെ തുറന്നിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ആദ്യത്തെ 5-6 വ്യൂസ് നമുക്കും കൂടി ഒന്നും കൂടി കാണാന്ന് പറഞ്ഞ വ്യൂസ് ഞങ്ങൾ തന്നെ ഇരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും സിനാറിയോ മാറി. പിന്നെ പല സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൺ കോൾസ് വരാൻ നോക്കിയോ ഭയങ്കര ഹിറ്റായി പാട്ട് എന്ന് പറഞ്ഞ്. പിന്നെ ആ പാട്ട് കാരണം ഞങ്ങൾ ഇറക്കിയ പ്രൊമോ വീഡിയോ കാരണമാണ് ഉദയനിധി സ്റ്റാലിൻ ഈ പടത്തിലേക്ക് വരുന്നതും റെഡ് ജൈന്റ് അവിടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതും. പിന്നെ ആ പടം ആ പാട്ട് IPL ആന്തം വരെയായി. അതിന്റെ ഏറ്റവും വലിയ കോമഡി ഇറ്റ് വാസ് 2016 it was the anthem of official anthem of IPL Pista. Oh my god. And the funniest part was that time so me and my wife, that time we were not married, so we went to Himachal to visit one remote village. There is one remote village called Grahan, so we have to trek to that village at least 5-6 hours. So that when I reached there, that auntie, we were in a house, that auntie was watching Hindi serials. So in between IPL this is the Pista Subhakira. So I was telling you, if I am telling these guys if I sang the song, I wrote this song, no, they will say അങ്ങനെ ഒരു അനുഭവം പിസ്തയുടെയൊക്കെ രസമായിട്ട്. ജഗതിച്ചേട്ടൻ എന്തെങ്കിലും ഇത് പ്ലേ ചെയ്ത് ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ അതിനൊരു മെമന്റോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ, അത് നസ്രിയ വഴിയൊക്കെ കൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇത് പുള്ളിയുടെ അടുത്ത് പറയണം. പക്ഷെ പുള്ളി അത് ആ സമയത്ത് ഒരു കോൺഷ്യസിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നു ഞങ്ങൾ. സത്യനന്ദിക്കാട് അദ്ദേഹത്തിനെ വിളിച്ച് അനുവാദം ചോദിച്ചിരുന്നു, ഇത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. അപ്പൊ പുള്ളി അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അരക്കറമുഖമുഴം ലോട്ടെ ലാട്ടി മരുന്ന് കണക്കിന് വാറ്റിയെടുത്ത് പിസ്താസുമാക്കി രസോ മാറി ജമാക്കി റായ, പിസ്താസുമാക്കി രസോ മാറി ജമാക്കി റായ. ഡമാലേ ഡമാ 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 ഡമാലേ ഡമാ ടനക്കനക്കന ഡേ ഡേ ടസ്കിനക്കന ഡേ ഡേ ഡണ്ടനക ടനക്കനക ഡേ 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 ഡേ. ഇങ്ങനെ കൊള്ളായിരുന്നല്ലേ? അതെ അതെ, ഇഷ്ടപ്പെട്ടു കേട്ടോ. മൈ ഫസ്റ്റ് സോങ് വാസ് ഐ ടോൾഡ് യു നോ, അതിലൊരു വേറെ ചേസിങ് വേറെ സോങ് അടിത്താളമുണ്ട് ഉറപ്പിച്ച് കലി പടത്തിലെ മടിമുടി വിറപ്പിച്ചിടണം ജഗത്തിന്റെ കുടി പറത്തിയിടണം. ഇതിനേക്കാളും വലിയ പിച്ചാണ്. ഐ സാങ് ദിസ് സോങ് ഇൻ കന്നഡ. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്. മലയാളം ലിറിക്സ് ഐ റിമെമ്പർ. വൺ ഓഫ് മൈ ബ്രദർ wrote that. He is a popular lyricist called Santosh Verma. He wrote that. മലയാളത്തിലും അങ്ങോട്ടേക്കും അവിടെ നിന്ന് കന്നഡയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ സിനിമകൾ വരുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ ഒരു സിനിമ സ്കെയില് വലുതായി. അപ്പോ നമ്മൾ തെലുങ്കു സിനിമ ഒക്കെ വലിയ സിനിമയാണെന്ന് പറയുമ്പോൾ നമ്മുടേതും കുറച്ചുകൂടെ വലുതായി. നമ്മൾ കന്നഡ ചെറിയ സിനിമ, മലയാളം ചെറിയ സിനിമ, അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന സാധനമാണ്. വലിയ സന്തോഷമുണ്ട്. ഇപ്പോ ഇല്ലെങ്കിൽ അത് നമ്മുടെ കണ്ടന്റ് പിന്നെ ക്വാളിറ്റി എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ റൈറ്റിംഗ് റെസ്ട്രിക്ട് ചെയ്യും. നമുക്കൊരു ലാർജ് ക്യാൻവാസിൽ ഇമാജിൻ ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി പാടാം. ബഡ്ജറ്റ് നമുക്ക് അത്ര കിട്ടൂല, നമ്മുടെ റിക്കവർ അത്ര ചെയ്യാൻ പറ്റൂല എന്ന്. പക്ഷെ ഇപ്പോ മലയാളം സിനിമാസ് ഇല്ലെങ്കിൽ കന്നഡ സിനിമാസ് അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ഒരു സ്പേസ് വി സ്റ്റാർട്ടഡ്, അത്രേ ഉള്ളൂ. വി സ്റ്റാർട്ടഡ്, but it can get a lot better if we collaborate in that way, the small industry, and create contents and make markets. അപ്പോൾ നമുക്ക് എന്താ കോൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിക്ക് the money that is needed will be recovered from the market. I think that's a very good sign that most of the South India is collective and actually giving good cinemas to India. That's a very good sign, I think. പ്രേമാലു അവിടെ പോയിട്ട് നമ്മുടെ ഹൈദരാബാദിൽ നമ്മുടെ തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റിൽ അത്ര വലിയ ഹിറ്റ് അടിച്ചു. രാജമൗലി സാറ് അതെ അല്ലേ? അപ്പോ ഇപ്പൊ അവരുടെ പ്രേമാലു ടു മഹേഷ് ബാബു എല്ലാം അതെ. ഇപ്പൊ പ്രേമാലു ടുക്ക് കുറച്ചും കൂടി ഇന്ന സ്പേസ് ഉണ്ട്. ആവേശം ഇപ്പൊ കർണാടകത്തിൽ വലിയ ഹിറ്റാണ്. ബാംഗ്ലൂർ ബേസ് മഞ്ജുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വലിയ ഹിറ്റാണ്. ഇപ്പോ ആ എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ആടുജീവിതം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്, ബ്രഹ്മയുഗം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. നല്ല പരിപാടിയാണ്. ശബരീഷ്, കണ്ണൂർ സ്ക്വാഡും ടർബോയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കണ്ണൂർ സ്ക്വാഡ് വേറൊരു മേക്കിംഗ് സ്റ്റൈലാണ്, ടർബോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ രണ്ടിലും നിൽക്കാൻ പറ്റി, ഒന്ന് ഹിറ്റായി, ഇതും ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഹിറ്റ് ആവണമെന്ന് വളരെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞത്. കാരണം അത്രയും വലിയ, അതിനേക്കാൾ വലിയ പടമാണ്. കണ്ണൂർ സ്ക്വാഡിനേക്കാൾ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വലിയൊരു ക്യാൻവാസിലുള്ളൊരു പടമാണ്. ഞാൻ കുറേ കാര്യങ്ങളിൽ എൻ്റെ ആദ്യത്തെ പടമാണ് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്, വൈശാഖനെ പോലെ. ആദ്യമായിട്ടാണ് മിഥുൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇവരുടെ എല്ലാവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിത് ഹിറ്റായേ പറ്റും. All the best, brother. വെട്രിവേല ഷൺമുഖ സുന്ദരം. Wishing you all the best. അഞ്ജന, മിഥുൻ നല്ലൊരു റൈറ്ററാണ്, ഹിറ്റ് ഉണ്ടാക്കുന്ന റൈറ്ററാണ്. മിഥുൻ എഴുതുന്നതൊക്കെ ഹിറ്റാവും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിഥുനില്ല നമ്മുടെ കൂടെ. അപ്പോൾ മിഥുന്റെ പല സ്റ്റൈലിലുള്ള എഴുത്തുണ്ട്. ഇപ്പൊ ആൻമരിയ കൽപ്പിലാണ് വേറൊരു സ്റ്റൈലാണ്, ആട് വേറൊരു പടമാണ്, എന്നാൽ അഞ്ചാം പാതിര വേറൊരു സ്റ്റൈലാണ്, ഫീനിക്സ് വേറെ ജോണർ പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതും അങ്ങനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക? അഞ്ജന പടത്തെ കുറിച്ച് എറൗണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. എനിക്കൊന്ന് പുള്ളി എല്ലാ ജോണറിലും അടിപൊളിയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ജോണറിലും ഇപ്പൊ ഓം ശാന്തി ഓശാന, ഈ പറഞ്ഞല്ലോ, ഓം ശാന്തി ഓശാന ആണെങ്കിൽ അങ്ങനെ ഫീനിക്സ് വേറെയാണ്, ഗരുഡൻ വേറെയാണ്. അപ്പൊ അങ്ങനെ ഇതില് ആദ്യമായിട്ടാണ് മിഥുൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഈ ജോണറിൽ മിഥുൻ ഇത് ഫസ്റ്റ് ടൈം ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ പുള്ളി. അതും മിഥുനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അങ്ങനത്തെ രീതിയിലും ഇതിനും ആ ഒരു ആദ്യത്തെ പടം പോലെ തന്നെയാണ്. ഇത് സക്സസ്ഫുൾ ആയാലും ഇതിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈറ്റേഴ്സിനും ഇതേപോലത്തെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കും എല്ലാവർക്കും പ്രൊമോഷനിലിരുന്ന് ഇങ്ങനെ ഇത് സംഭവിക്കും അത് സംഭവിക്കും ഞെട്ടും എന്നൊന്നും പറയാനൊരിത്. എല്ലാവരും മാക്സിമം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാസ്റ്റ് ആൻഡ് ക്രൂ അവരുടെ ബെസ്റ്റ്. കാരണം വെരി സ്ട്രോങ് ടെക്നിക്കൽ ടീമാണ്. കാസ്റ്റ് ഭയങ്കര ഒരു സ്റ്റാർ സ്റ്റഡഡ് കാസ്റ്റ് ആണ്. എല്ലാവരും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഏറ്റവും ഒരു എന്റർടൈനിങ്, എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. അപ്പൊ ഒരു മാക്സിമം എന്റർടൈൻമെന്റ്. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും, ഇതിന്റെ സ്റ്റണ്ട് ഡയറക്ടർ ഫീനിക്സ് പ്രഭു, വിഷ്ണു ശർമ്മ, DOP വിഷ്ണു ശർമ്മ, ഷമീർ മുഹമ്മദ്, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, ക്രിസ്റ്റോ സേവിയർ, മ്യൂസിക് ഡയറക്ടർ, എല്ലാവരും അവരുടെ പരമാവധി ചെയ്തിട്ടുണ്ട്. അതെ, ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കണം. നിരഞ്ജന, വൈശാഖ് പോലെയുള്ള വലിയൊരു സംവിധായകന്റെ കൂടെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള ഒരു പരിപാടിയാണ്. അതും ഇതേപോലെയാണ്. മിഥുനെ പോലെ തന്നെ ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടുതലാണ്. എങ്ങനെയാണ് നിരഞ്ജന അതിനെ നോക്കുന്നത്? വൈശാഖേട്ടനും ഉദയകൃഷ്ണ സാറും കൂടെ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, ഈര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ആദ്യം പരിചയമാവുന്നതും. അങ്ങനെ അവിടെ വൈശാഖേട്ടന്റെ അസോസിയേറ്റ് ആയിരുന്നു ആ സിനിമ, സൈജു ചേട്ടനായിരുന്നു ആ സിനിമ ചെയ്തിരുന്നത്. അപ്പോൾ വൈശാഖേട്ടനായിട്ട് അന്ന് സംസാരിക്കാനും എൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെർബോന് വേണ്ടിയിട്ടാണ് നമ്മളൊന്നിച്ച് കാണുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പം എനിക്ക് പുതുതായിരുന്നില്ല, കാരണം എൻ്റെ സീൻസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വർക്കിംഗ് സ്റ്റൈലിൽ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഹിറ്റ്സും ഇത്രയും വലിയ വലിയ സിനിമകളും ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമകളാണ് മല്ലു സിംഗും സീനിയേഴ്സും പോക്കിരി രാജയൊക്കെ. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ട്. ഇതിന്റെ കോ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അവരും ഇതാണ് ഷാജി പാടൂർ, സജിമോൻ ചേട്ടനും. ഷാജി പാടൂർ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികളുടെ ഡയറക്ടറും മലയങ്കുഞ്ഞിന്റെ ഡയറക്ടർ സജിമോൻ ചേട്ടനും. അപ്പം അത്ര എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾക്ക് ടെൻഷൻ കുറവാണ്. അത്ര സന്നാഹവും വലിയൊരു സന്നാഹവും ഉണ്ട് പുറകിൽ. ഇനി മമ്മൂക്കയെ കുറിച്ച്, ഇപ്പോൾ ഭ്രമയുഗം അല്ലെങ്കിൽ മമ്മൂക്ക സിനിമകൾ സെലക്ട് ചെയ്യുന്നതും അതിനോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനെ പോലും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനോടുള്ള ഒരു പാഷൻ ഭയങ്കരമാണ്, ഓരോ സിനിമയിലും കാണിക്കുന്നുണ്ട്. അത് ഡേറ്റ് പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്ന കാര്യത്തിലും പുതിയ സിനിമ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെ നിന്നിട്ട് ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, എനിക്ക് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, അത് എങ്ങനെ സെലക്ട് ചെയ്യും നിങ്ങളുടെ സ്ക്രിപ്റ്റ്? പിന്നെ എങ്ങനെ ഇപ്പോൾ sometimes what happens is I might write a brilliant script. I'll pitch it to Shabarish. The moment he comes to the set on the first day, he knows the film is gone. Because the way I execute is not the way I imagine. ഇത് ആളുടെ വലിയ പ്രശ്നമാണ്. നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. Even if I shoot it great, in the edit I might kill. Even if I edit it great, in the music I might kill. There are several layers to a cinema. Just a narration or selecting a script is not marketing and also marketing. Finally, then marketing or making it reach the right audience. For example, Brahmayuga pinne Turboda audience കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. കാതൽ പിന്നെ ടർബോഡ ഓഡിയൻസ് കുറച്ചും ഓഡിയൻസ് ആയിരിക്കില്ല ടർബോഡ ഓഡിയൻസ്. അപ്പോൾ we need to cater the right audience as well. This is such a big task.
I asked like, how do you do that? Because I am very scared. I am a pastime actor, that I would call. I am not engaged in acting always. My brain will be thinking how to write next, how to direct next. That is my ideas. If I hear a great script, even to act in that I have that fear. Because like, what if it doesn't come out great? അതാണ് ഞാൻ ചോദിച്ചത്. So how do you, without that fear, how do you approach? Then he said a beautiful thing. Art is about risk. അല്ലേ? How do you make a risk-free art? You cannot make risk-free art. നടക്കില്ല. So if I Art itself is a risk. risk. See, everybody you can ask like, all the 4 people, when the moment they selected art, in his whole community, in his whole family, he was outcasted, or he was treated as like, aalukku korchum kudi vattanu, till he proved, right? Because of like, this risk taking nature, we become artists. Then you want to become settled. I think that's the biggest risk you can take, to become settled. തീർച്ചയായിട്ടും. I think Mammootty sir is a person who is taking risk, and that is something which is very inspiring to the whole of the country, to all the stars, to take the risk and enjoy the life and cinema as well. സിനിമ നന്നാവും അതേപോലുള്ള 10 പേരുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഈ എഴുതുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുന്ന സിനിമകളിൽ അഭിനയിക്കാൻ എപ്പോഴാണ് അഭിനയിക്കുന്നത്? ഫസ്റ്റ് പടത്തില് ഞാൻ ആക്ടർ ആയില്ലായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് എഴുതുമ്പോൾ നമ്മുടെ ഡ്രീം കാസ്റ്റിംഗ് ആണ് വിനയ് ഫോർട്ട്. അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ മലയാളത്തിൽ പിന്നെ കറക്റ്റ് ആയി. അതെ, പക്ഷേ അവർക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇത്ര ചെറുത്. ഫസ്റ്റ് ഫിലിം I shot in 16 days, and the first cut budget was like, after the first cut was 23 lakhs. That was the budget we had. How can we bring anybody? How can we bring like, then we actually started searching for new people. I searched for almost 2 months. He should be a bald person. He should speak Mangalore Kannada. It has a certain dialect. Then he should be subtle, because the character is very subtle. So then we couldn't find anybody. At that time, when there is around 15 days for the shoot, the producer came to me and said, if you act, the film might continue. If you don't act, it may not. The other beauty of that project was, the film was about beauty, and don't be conscious about how you are. The reason why I didn't want to act was, I didn't enjoy acting for the first part. The second was, I considered myself as ugly, and I didn't want it to present myself in front of people. But I want to give the message that be comfortable in your skin. But I am not comfortable in my skin. That's the most, hypocritic a human being can be. But I didn't realize back then. When it said that, either I need to stop the project or I need to act. Then I decided, okay, let me kill the audience, then the project. Which is more comfortable? Which is to direct yourself or to direct others? Which is comfortable? For you? I think direct myself is much more comfortable. Oh, is it? Yeah, it's much more very good. ആ ഡിസിഷൻ എടുത്തോണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ആക്ടറേയും കൂടെ കിട്ടി. നന്നായില്ലേ? Even Shiva, super, one of my favorite characters. Yeah. Shiva, when I did, I was like, they typecast me as a comedy actor. I am in person. I'm actually with them. I am a little this. But yeah, I don't consider myself like, I have a great comedy timing, but I can be intimidating. That's what I thought. But every role I got is just like, he will be very scared to talk. I'm like, okay, I'm tired of this. Then when I did this character, let me countercast. I took all the comedy actors and made the most serious film in Kannada. Rishabh Shetty had acted in Bell Bottom, which was a comedy. I had acted in Ondu Mottai Katha, which was comedy. And all the actors were all the people who were in comedy who did a gangster film. അതാണ് ആ പടത്തിന്റെ. പഞ്ചനയ്ക്കിടയ്ക്ക് കോമഡി ചെയ്യണം കേട്ടോ, ഇതേപോലെ വലിയ ആക്ടർ ആവട്ടെ. നെക്സ്റ്റ് കോമഡിയാണ്. അതെ, 2 തമിഴ് സിനിമ ചെയ്തിട്ടില്ലേ? ഒരെണ്ണം ചെയ്തു, ഒരു മലയാളം ചെയ്തു. പാച്ചുവിന് മുമ്പ് ഒരെണ്ണം ചെയ്തു. ചെയ്തിട്ടില്ല. വിക്കിയിൽ അങ്ങനെ തമിഴില്. ഞാൻ മറ്റേ കുംഭസാരം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു 5 സെക്കൻഡ് ഉണ്ട്, അതേ ഉള്ളൂ. അതൊരു ഡെബ്യൂ ആയിട്ട് കൺസിഡർ പറ്റില്ല. തമിഴിൽ ദുരൂഹങ്ങൾ 16 ചെയ്തു, പിന്നെ ക്വീൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്തു, പിന്നെ ഒരു OTT ശരിയാ ഒരു തമിഴിലൊരു OTT ഫിലിം ചെയ്തു, അക്ഷരാസിന്റെ കൂടെ ഒരു OTT ചെയ്തു. ഇനി ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നുണ്ട് ഈ വർഷം? ഒന്നും ആയിട്ടില്ല. ഡിസ്കഷൻസും നരേഷൻസും ഒക്കെ. നിരഞ്ജനയ്ക്കുണ്ടല്ലേ കുറച്ച് പടങ്ങൾ ഈ വർഷം? ഒരു മധുവിധു എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടുള്ളത്.
പിന്നെ ഇനിയിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഒരെണ്ണം അനൗൺസ് ചെയ്യും ഇപ്പം. അങ്ങനെ ലിറിക്സ് കുറച്ചിപ്പം സുഹേൽ കോയ, VK ഹരിനാരായണൻ, വിനായക ശശികുമാർ ഇവരെല്ലാവരും കോമ്പറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇപ്പോൾ പ്രേമലു പോലുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സിനിമകൾ ഫാലിമിയിലൊക്കെ എഴുത്ത് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് മാറുന്നുണ്ട്. കുറച്ചുകൂടെ ഇപ്പം എനിക്ക് ഭയങ്കര രസമാണ്. കാരണം അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്ന്, ഞാൻ അവരെ പോലെ ഫുൾ ടൈം ഒരു ലിറിസിസ്റ്റ് അല്ല. എനിക്ക് അഭിനയമില്ലാത്ത സമയത്താണ് ഞാൻ എഴുത്തിലേക്ക് കിടക്കുക. അതും വളരെ ക്ലോസ് സർക്യൂട്ട്, നമുക്ക് അടുത്ത് പരിചയമുള്ള, ഇപ്പോഴാണ് കുറച്ചൊക്കെ ഈ വർഷം കുറച്ചധികം എഴുതണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പുതിയ ആൾക്കാരെ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ടൈം അനുസരിച്ചിട്ട്. അതിൻ്റെ കൂടെയുള്ളത് ഈ കാൽപ്പനികത എന്ന് പറയുന്ന ഒരു സമയത്ത് ചന്ദ്രനും ഭൂമിയും സൂര്യനും ഒക്കെ ആയിരുന്നത് മാറിയിട്ട് നമ്മൾ നാഗരികതയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നവരാണ് ഈ സുഹേൽ കോയയും ഇവരെല്ലാവരും, ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ. അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ഇനിയും ചന്ദ്രനെയും പൂക്കളെയൊന്നും പിടിക്കണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം. അത് ചില സമയങ്ങളിൽ അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഞാൻ ഈ പ്രേമം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ടൊരു ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല. ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ എന്നാൽ നീ എഴുതിക്കോ, പ്രേമത്തിന്റെ സമയത്തും ഞാൻ അൽഫോൺസ് എടുത്തേടാ, ഞാൻ ഇതിലെ പാട്ടുകൾ എഴുതിക്കോട്ടെ. അപ്പോൾ 2 പാട്ട് ഓൾറെഡി ഇവർക്ക് ഇഷ്ടപ്പെട്ട് ഇത് ഏതെങ്കിലും സിനിമയിൽ യൂസ് ചെയ്യാം എന്നും പറഞ്ഞിരുന്ന 2 പാട്ടുകളിൽ ഒന്നാണ് സീൻ കോൺട്രയും. പ്രേമം എന്ന് പറഞ്ഞ സിനിമ ചിന്തിക്കുന്നതിന് ഒരു 1.5 വർഷം മുമ്പേ സീൻ കോൺട്ര എന്നുള്ള പാട്ട് റെഡിയാണ്. അപ്പൊ അത് സിംഗിൾ ആയിട്ട് ചെയ്യാം, നമുക്ക് റോമിലൊക്കെ യൂറോപ്പിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ കലിപ്പ് എന്നുള്ള ഇത്, പിന്നെ ആ സമയത്ത് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഇങ്ങനെ ചെറിയ 2 വരി ഇതൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എഴുതുമായിരുന്നു പണ്ട് തൊട്ടേ. പക്ഷെ ഒരിക്കലും സിനിമയിൽ എഴുതണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. പ്രേമം ഓണായി കഴിഞ്ഞപ്പോൾ ഈ സീൻ കോൺട്രയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും, കലിപ്പ് എന്നുള്ള ഇത് ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ ബാക്കി പാട്ടുകൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നീ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലുവാപ്പുഴ ആദ്യം എഴുതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ പതിവായി ഞാൻ എഴുതി. അങ്ങനെ ഓരോ, പിന്നെ മലരയുടെ ഫസ്റ്റ് സ്റ്റാൻസ് എഴുതി, സെക്കൻഡ് സ്റ്റാൻസ് ഒക്കെ പിന്നെ ലേറ്റർ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോഴാണ് പതുക്കെ കോൺഫിഡൻസ് വരുന്നത്. എന്നാൽ പിന്നെ ഇതിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇപ്പോഴും എക്സ്പ്ലോർ, ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കുള്ള റെഫറൻസ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ലിറിക് റൈറ്റർ ആവാൻ വേണ്ടിയിട്ടൊരു കോഴ്സോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പാട്ടുകൾ കേൾക്കുക, എൻ്റെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ പ്രേമമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഡിക്ഷണറി, എൻ്റെ പോലത്തെ ഡിക്ഷണറി ഉണ്ടാക്കുമായിരുന്നു. എനിക്കിഷ്ടമുള്ള മലയാളം വാക്കുകൾ, മലയാളം പാട്ടുകൾ, പഴയ പാട്ടുകൾ കേട്ടിട്ട് അതിൽ ഇഷ്ടമുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ഓക്കെ റൊമാൻസിന് ഈ വാക്ക് ചെയ്ത് അങ്ങനെ കുറേ ഡിക്ഷണറി ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡിക്ഷണറിയിലുള്ള വാക്കുകൾ ഇനി ഉപയോഗിക്കരുത്, അതായിരുന്നു ഈ അടുത്ത വെല്ലുവിളി. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് വാക്കുകളിലേക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഒരു ഇന്റർവ്യൂല് വിനായക് പറയുന്നത് 2050 ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? ഒരു ചോദ്യമാണ്, വാലിഡ് ആയിട്ടുള്ള ചോദ്യം. നമ്മളിപ്പോഴും മറ്റേ നിലാവിനെയും പൂങ്കാറ്റിനെയൊക്കെ പറഞ്ഞുകൊണ്ട് പാടവും വരമ്പൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിപ്പോഴും കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് മോസിൻ പെരാരി മാത്രമാണ് ഒരു നാടൻ, ഒരു ഫോക്കിഷ് സ്റ്റൈലിൽ, അതൊരു മലബാർ മൂഡിന്റെ ഇതിലൊക്കെ എഴുതുന്നത് മോസിൻ മാത്രമാണ്. അത് മോസിൻ വേറെ മോസിൻ്റെ ആയിട്ടുള്ള സ്റ്റൈലിൽ എക്സ്പ്ലോർ ചെയ്ത് പോകും. മോസിൻ വേറെ രീതിയിൽ മഴവില്ലിലെ വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോ നീ, മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറൽ നടാതെ പാതിയായ പാടമാണ് ഞാറ്റുവേലെ, വരാമോ മാറിലൂടെ ചാലി കീറി കാട്ടുചോലെ. നല്ല രസം, മോസിന്റെ ഭയങ്കര രസമുള്ള ഇതാണ്. ഒരു പോയറ്റിക് അപ്രോച്ചും കൂടി മോസിന്റെ ഉണ്ട്. വേറെ സമഗരിമയൊക്കെ രസമല്ലേ. അതങ്ങനെ ഒരുപാട് എക്സ്പ്ലോറേഷൻ നടക്കുന്നത് ഭയങ്കര രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വിനായകന്റെയും സുഷിന്റെയും കോമ്പിനേഷനാണ്. രോമാഞ്ചം എടുക്കാം, ഇലുമിനാറ്റിയൊക്കെ എന്തിനാ, നമ്മളങ്ങനത്തെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ രജനീകാന്തിന്റെ സ്റ്റൈൽ ഓഫ് വാഴ്ത്ത് പാടൽ, ഒരു ക്യാരക്ടറിനെ നമ്മൾ പുകഴ്ത്തി പാടുന്ന ടൈപ്പ് ഓഫ് പാട്ടുകൾ, ഗ്ലോറിഫൈയിങ് വൺ പേഴ്സൺ. ഞാൻ റിയൽ ലൈഫിൽ അത്രയ്ക്ക് ഒരാളെ ഗ്ലോറിഫൈ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സിനിമയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലേ. അങ്ങനത്തെ പാട്ടുകളും നമുക്ക് മലയാളത്തിൽ വളരെ കുറവല്ലേ. നമ്മുടെ ഡാൻസ് നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീണ്ടും വേൽമുരുകയും പഴനിമല മുരുകനും അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പം വേറൊരു പുതിയൊരു സ്റ്റൈലിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നത് ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി. ഞാൻ എഴുത്ത് നിർത്തിയാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ സിനിമയും മാറുകയാണ്. അപ്പോൾ അതിന് മാറ്റത്തിന് വഴിതെളിക്കുന്ന മമ്മൂക്ക മുമ്പിൽ നിൽക്കുന്ന ടർബോ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.